ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. റെയർ എർത്ത് മൂലകങ്ങളിൽ ചൈന ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണത്തിന് തിരിച്ചടി. റെയർ എർത്ത് മൂലകങ്ങളുടെ കൂറ്റൻ റീസൈക്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനൊരുങ്ങി വമ്പൻ കമ്പനികൾ. റെയർ എർത്ത് മൂലകങ്ങളുടെ റീസൈക്ലിംഗ് പ്ലാന്റും റിസർച്ച് സെന്ററുകളും സ്ഥാപിക്കുന്നതിനായി കാനഡയിൽ $2.5 കോടി നിക്ഷേപിക്കാൻ വമ്പന്മാരുടെ പിന്തുണയുള്ള സ്റ്റാർട്ടപ്പ്. ആമസോൺ, മൈക്രോസോഫ്റ്റ്, BMW ഗ്രൂപ്പ് എന്നിവയുടെ പിന്തുണയുള്ള സ്റ്റാർട്ടപ്പായ സൈക്ലിക് മെറ്റീരിയൽസ് ആണ് കാനഡയിലെ ഒന്റാരിയോയിൽ പ്ലാന്റ് സ്ഥാപിക്കാനൊരുങ്ങുന്നതെന്ന റിപ്പോർട്ട്. 2026 ആദ്യപാദത്തിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചേക്കും. റെയർ എർത്ത് മൂലകങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യകതയുടെയും ഇവയ്ക്കുമേൽ ചൈനയ്ക്കുള്ള ആധിപത്യത്തിന്റെയും പശ്ചാത്തലത്തിലാണ് നീക്കം. നിർണായക ധാതുക്കളുടെ വടക്കേ അമേരിക്കയിലെ ലഭ്യത ഉറപ്പാക്കാനാണ് വമ്പൻ കമ്പനികൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിൻഡ് ടർബൈനുകൾ, ഡാറ്റാ സെന്റർ ഹാർഡ് ഡ്രൈവുകൾ, ഇലക്ട്രിക് വാഹന ഘടകങ്ങൾ എന്നിവയുടെ ഉപയോഗശൂന്യമായ ഘടകങ്ങളിൽ നിന്ന് അപൂർവ ഭൗമധാതുക്കളെ വേർതിരിച്ചെടുക്കുന്നതാണ് പദ്ധതി. അമേരിക്കയുടെ ഉയർന്ന തീരുവയ്ക്ക് മറുപടിയായി ചൈന ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കങ്ങളെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. കമ്പനിക്ക് കിങ്സ്റ്റണിൽ ഒരു കേന്ദ്രവും അരിസോണയിൽ ഒരു പ്രോസസ്സിംഗ് സൈറ്റും നിലവിലുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തർക്കം പ്രതിരോധ ഉപകരണങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ, പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനത്തിനുള്ള ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ റെയർ എർത്ത് മൂലകങ്ങളുടെ 70% ഖനനം ചെയ്യുന്നതും 90%-ലധികം സംസ്കരിക്കുകയും ചെയ്യുന്നത് ചൈനയാണ്. ഇത് ആഗോള വിതരണ ശൃംഖലയിൽ അവർക്ക് കാര്യമായി നിയന്ത്രണം നൽകുന്നുണ്ട്. റെയർ എർത്ത് മൂലകങ്ങൾക്ക് ആഗോളതലത്തിൽ $20 മുതൽ $30 ബില്യൺ വരെ വിപണിയുണ്ട്. ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ വ്യവസായങ്ങളുടെ സുപ്രധാന അസംസ്കൃത വസ്തുക്കളാണിവ. ഇവയുടെ ശക്തമായ പ്രാദേശിക വിതരണ ശൃംഖല സൃഷ്ടിക്കുകയാണ് പുതിയ സംരംഭം ലക്ഷ്യമിടുന്നത്. പുതിയ സംരംഭം ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നൂതന പുനരുപയോഗ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ളതാണ് റിസർച്ച് സെന്റർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മാരുതി സുസുക്കി വിത്താര ഉൽപാദനം ഗണ്യമായി കുറയ്ക്കും. റെയർ എർത്ത് ധാതുക്കളുടെ ലഭ്യതയിലുണ്ടായ കുറവാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനമായ വിത്താരയുടെ ഉൽപാദനം കുറയ്ക്കാൻ കമ്പനി തീരുമാനിച്ചു. ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രൊഡക്ഷൻ മോഡൽ അവതരിപ്പിച്ചതോടെ ഈ വാഹനം ഉടൻ നിരത്തുകളിലെത്തുമെന്നാണ് മാരുതി ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ വിത്താരയുടെ നിർമ്മാണത്തിലും പുതിയ പ്രതിസന്ധി നേരിടുന്നതായാണ് റിപ്പോർട്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ റെയർ എർത്ത് മെറ്റീരിയലുകളുടെ വിതരണത്തിലുണ്ടായ തടസ്സം വിത്താരയുടെ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചു. ലഭ്യമായ വിവരമനുസരിച്ച് 2025 ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 26,512 വാഹനങ്ങൾ നിർമ്മിക്കാനായിരുന്നു മാരുതി സുസുക്കിയുടെ പദ്ധതി. എന്നാൽ ഇത് 8,221 യൂണിറ്റായി ചുരുക്കിയിരിക്കുകയാണെന്നാണ് സൂചന. അതായത് മാരുതി സുസുക്കി ലക്ഷ്യമിടുന്ന ഉൽപാദനത്തേക്കാൾ 69% കുറവ്. ഉൽപാദനത്തിലുണ്ടാകുന്ന ഇടിവ് വാഹനം ലോഞ്ച് ചെയ്തതിനു ശേഷമുള്ള ബുക്കിംഗ് കാലാവധി ഉയരാൻ കാരണമാകുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ആശങ്ക. 2025 ഒക്ടോബർ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ വിത്താരയുടെ 40,437 യൂണിറ്റുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. റെയർ എർത്ത് മെറ്റീരിയലുകളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാഗ്നറ്റുകൾ പോലുള്ള വസ്തുക്കളുടെ ലഭ്യതയെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് വാഹനത്തെ ബാധിച്ചതുപോലെ ആഗോള വാഹന വ്യവസായത്തെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. BSNL സേവനങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ടെലികോം വകുപ്പിന്റെ നിർദ്ദേശം. ഡാറ്റാ സുരക്ഷ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് റിപ്പോർട്ട്. ഡാറ്റാ സുരക്ഷയ്ക്കായി പൊതുമേഖലാ ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് സേവനങ്ങൾ ഉപയോഗിക്കാൻ ടെലികോം വകുപ്പ് സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു. BSNLനൊപ്പം മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡിന്റെ ടെലികോം സേവനം ഉപയോഗിക്കാനും സംസ്ഥാന സർക്കാരുകളോട് ടെലികോം വകുപ്പ് കത്തിൽ നിർദ്ദേശിച്ചു. സർക്കാർ ടെലികോം കമ്പനികളുടെ സേവനങ്ങൾ പ്രൊജക്ട് അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ടെലികോം മേഖലയുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ പറയുന്നു. രാജ്യത്ത് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത് ഇതാദ്യമാണ്. ഏപ്രിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക്
DOT സെക്രട്ടറി നീരജ് മിത്തൽ എഴുതിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര മന്ത്രിസഭ നേരത്തെ എടുത്ത തീരുമാനം കണക്കിലെടുത്ത് എല്ലാ സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ലാൻഡ് ലൈൻ, ബ്രോഡ്ബാൻഡ്, ലീഡ്സ് ലൈൻ ആവശ്യങ്ങൾക്കായി BSNLന്റെയും MTNLന്റെയും സേവനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് കത്തിൽ DOT സെക്രട്ടറി എഴുതിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ പോലുള്ള സ്വകാര്യ ടെലികോം കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി BSNLന്റെ 4G നെറ്റ്വർക്ക് രാജ്യമെമ്പാടും ലഭ്യമല്ല എന്നത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് രാജ്യത്ത് പലയിടത്തും 5G നെറ്റ്വർക്ക് ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിൽ BSNL ഏകദേശം 280 കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തി. 18 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായി 2ാം പാദങ്ങളിൽ BSNL ലാഭം നേടുന്നത്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് 4G സേവനം കമ്പനിയെ സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാസഞ്ചർ EV ഓട്ടോകൾക്ക് ശേഷം കാർഗോ EV ഓട്ടോയുമായി മോണ്ട്ര ഇലക്ട്രിക് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുരുഗപ്പ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് സൂപ്പർ കാർഗോ EV ഓട്ടോകൾ നിരത്തിലെത്തുന്നത്. 2022 ഇലക്ട്രിക് 3 വീലർ വിപണിയിലേക്ക് മോണ്ട്ര കടന്നുവരുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കാൻ ഈ EV ഓട്ടോകൾക്ക് സാധിച്ചു. കുറഞ്ഞ ചെലവിൽ ഉയർന്ന റേഞ്ച് എന്ന ടാഗ്ലൈനിൽ തിളങ്ങുന്ന EV പാസഞ്ചർ ഓട്ടോകൾക്ക് കൂട്ടായി സൂപ്പർ കാർഗോ ഓട്ടോകൾ പുറത്തിറക്കിയിരിക്കുകയാണ് കമ്പനി. 1.2 ടൺ ഭാരമുള്ള സൂപ്പർ കാർഗോ ഓട്ടോകളുടെ കരുത്ത് 13.8 കിലോവാട്ട് ഹവർ ലിഥിയം അയേൺ ബാറ്ററിയാണ്. ഇത് 70 Nm പീക്ക് ടോർക്കും 11 കിലോവാട്ട് ഉയർന്ന പവറും നൽകും. 580 കിലോഗ്രാം ഭാരം വഹിക്കാൻ സാധിക്കുന്ന ഈ ഓട്ടോയ്ക്ക് ഒറ്റ ചാർജിൽ 200+ കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. സ്റ്റീൽ ലോഹത്തിലാണ് വാഹനത്തിന്റെ നിർമ്മാണം. കൂടാതെ സൂപ്പർ കാർഗോ EVക്ക് മറ്റ് 3 വീലറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന വീൽ ബേസും കമ്പനി നൽകുന്നുണ്ട്. സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനാൽ മുൻവശത്ത് ഡിസ്ക് ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ, റിവേഴ്സ് അസിസ്റ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയവയും സൂപ്പർ കാർഗോ EVയിലുണ്ട്. ഇതിനൊപ്പം സുഖകരമായി വാഹനമോടിക്കാൻ ഒന്നിലധികം ഡ്രൈവ് മോഡുകളും മോണ്ട്ര ഓട്ടോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ കാർഗോ ഓട്ടോയുടെ ബുക്കിംഗ് ആരംഭിച്ചതായി കമ്പനി അറിയിച്ചു. 90 നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഷോറൂം വഴിയും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ഈ വാഹനം ബുക്ക് ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജൂലൈ 1 മുതൽ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്രം. ടിക്കറ്റ് ബുക്കിംഗിന് ഇനി ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാക്കി. ട്രെയിനുകളിലെ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ IRCTC ആപ്പിലും വെബ്സൈറ്റിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകൂ. ജൂലൈ മുതൽ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകിയാലേ ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാകൂ. ജൂലൈ 15 മുതൽ ഏജന്റുമാർ വഴി ബുക്ക് ചെയ്യുമ്പോഴും OTP നൽകിയാൽ മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവൂ. ഏജന്റുമാർക്ക് ആദ്യ 30 മിനിറ്റ് തത്കാൽ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തും. AC, non-AC കോച്ചുകൾക്ക് ഈ നിയന്ത്രണം ബാധകമാകും. AC കോച്ചുകളിൽ രാവിലെ 10 മുതൽ 10:30 വരെയും non-AC കോച്ചുകളിൽ 11 മുതൽ 11:30 വരെയാകും നിയന്ത്രണം. യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് ഗുണം ലഭിക്കാനും സുതാര്യത ഉറപ്പാക്കാനുമാണ് നടപടിയെന്ന് റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.